ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ശരിക്കും ജൂലൈ ആയിട്ട് അങ്ങനെ കാര്യമായിട്ട് എല്ലാ ദിവസവും കണ്ടിട്ടില്ല കേട്ടോ. ആ ചാക്കോണ്ട് ഹായ് പറ, വാ ഹായ് പറ, ഹായ് പറഞ്ഞേ, ഗുഡ് മോർണിംഗ് പറ, സുഖാണോ? ചാക്കോ തന്നെ പ്ലീസ് പറയാ, പ്ലീസ് പറഞ്ഞേ. ഇന്ന് ഞാനൊരു 6 മണിയായപ്പോൾ എഴുന്നേറ്റ്. പിള്ളേർക്ക് അവധിയാണ് ആക്ച്വലി, പക്ഷെ ഡോൺ ചേട്ടന് ഒരു 1 day ഡെലിവറി ആയിട്ട് നേരത്തെ പോകണമായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ ഇഡ്ഡലിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡോൺ ചേട്ടൻ പോയി കഴിഞ്ഞൊരു പൂച്ചുറക്കത്തിന് പിന്നെയും കയറും. അപ്പോൾ ഡോൺ ചേട്ടൻ പോണ ഒരു ഗ്യാപ്പിൽ, ഡോൺ ചേട്ടൻ കാപ്പിയൊക്കെ ഇട്ടുകൊടുത്ത ഗ്യാപ്പിൽ ഞാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വന്നു. അപ്പം ഡാഡിക്ക് വിശന്നാലും കഴിക്കാമല്ലോ. ഇപ്പം മണി 10 എന്താണെന്നറിയില്ല, ലീവുള്ള ദിവസം ചാക്ക ഒരു 6:30-7 മണിയാകുമ്പോൾ എണ്ണിക്കും. ഞാനെല്ലാം കഴിഞ്ഞ് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടതിന് ശേഷം വന്നപ്പോൾ ചാക്കോച്ചൻ എണ്ണിട്ടിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് പറ, പറഞ്ഞാൽ മതി, അവർ കേൾക്കും. ഗുഡ് മോർണിംഗ് മതി. അപ്പം ഇന്ന് പിള്ളേർക്കുള്ള ദിവസമാണ്, അവർക്ക് അവധിയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനിപ്പിച്ച് ഉച്ചക്കിനി ചോറും മീനും മാത്രം വറുത്താൽ മതി. ചാക്കോ ചാക്കോ കുറുമ്പ് മോഡ് ഓണിലാണ്. കുറേ പേര് ചോദിച്ചു അമ്മ പോയോ, അമ്മേനെ കാണാനില്ലല്ലോ. അമ്മ സാറ്റർഡേ പോയി, അമ്മ തേഴ്സ്ഡേ തൊട്ട് പോകാൻ നിന്നാണെങ്കിലും എനിക്ക് വയ്യാത്തതിൻ്റെ പേരിൽ നിന്നതാണ്, ഞാൻ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ. അമ്മ പറയും എന്തിനായിട്ട് ഇത്രയും ദിവസം നിൽക്കുന്ന ആൾക്കാരെന്ന് പറയും. നമ്മൾ ആൾക്കാരൊന്നും പറയാൻ പോകണില്ല, അമ്മ അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, കുറച്ച് ദിവസം അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്തത് തോന്നുന്നു. ഹായ് പറ, കൈ പൊക്കിയിട്ട് പറ, ഗുഡ് മോർണിംഗ് പറ, ഗുഡ് മോർണിംഗ്. പിന്നെ ഞങ്ങൾ ആൻഡ്രൂവിൻ്റെ ആദ്യ കുർബാനയ്ക്കിട്ട സാരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അത് നമ്മുടെ ഓൺ സാരിയാണ് കേട്ടോ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കൊണ്ടുവരുമോ എന്നുള്ളത്. അപ്പോൾ ഞാനും ഡിമ്പിളും കാര്യമായിട്ടത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട്. ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നല്ലൊരു മെറ്റീരിയൽ വരുന്നതാണ്. അത് ബ്ലാക്കും പിങ്കും ആയിരുന്നു നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അന്ന് വളരെ കുറച്ച് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. ശരിക്കും അത് ഉടുത്തപ്പോഴാണ് ആൾക്കാർക്ക് അതിൻ്റെ ഭംഗി മനസ്സിലായത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇനിയിപ്പം ഈവനിങ് പള്ളിയിൽ നിന്ന് അച്ഛൻ്റെ വിസിറ്റ് ഉണ്ട്. നമ്മുടെ പുതിയ വികാരി വന്നിട്ട് വീടുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും വീടുകളിൽ പോയൊരു വിസിറ്റ് ഉണ്ടല്ലോ, അതിന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വരും. അതിന്നാണ്, ഇന്ന് ഈവനിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് തൊട്ട് വീഡിയോ ഇട്ട് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു എനർജി കിട്ടിയ ഒരു പോലെയാണ്. നമുക്കൊരു മോറൽ സപ്പോർട്ട് അല്ലെങ്കിൽ മെൻ്റൽ സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി വരുന്ന ഇതാണ്. അന്നുള്ള 3 ദിവസം കൃത്യമായിട്ടിട്ടെങ്കിലും പിന്നെ ഇടാൻ പറ്റിയൊന്നുമില്ല. ഞാൻ അതിന് മുമ്പ് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഫുൾ മേക്ക് ഓവർ പോലെ അല്ലെങ്കിൽ സ്കിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 1 വീക്ക് ആവട്ടെ, എന്തെങ്കിലും ചേഞ്ചസ് സ്കിന്നിന് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ സ്കിന്നിന് വന്നൊരു ചേഞ്ച്. കുറേ പേര് പറഞ്ഞിരുന്നു ഭയങ്കര ഒരു പ്ലസൻറ്റ്. അത് അമ്മയായിട്ടുള്ള ക്യുവാൻ്റെ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞു. അന്ന് ഒന്നും ചെയ്തിട്ടില്ല, മുഖത്തൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വിസിബിളാന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ലേ ചാക്കോ? ചാക്കോ കാണണോ? ഹായ്, സുഖാണോ? രൂപയ്ക്ക് അതെന്താ? അമ്മയ്ക്ക് തോമ്പ് കൂട്ടുന്നുണ്ട്.
താങ്ക് യു. കണ്ട ചാക്കോ, അപ്പയുടെ പേരെന്താ? ഇതാണോ ചാക്കോനെ വിളിക്കണ്ടല്ലോ അവര്? ഇതാണോ? തോമു ഗുഡ് ബോയ് ആണ് കേട്ടാ. തോമു വണ്ടി ഓടിക്കും, നശിപ്പിക്കാൻ പാടില്ല കേട്ടാ. ഇപ്പോഴേ അംഗം വിട്ടു തുടങ്ങി. കണ്ടു, തോമൻ്റെ കൈ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറേ പേര് മമ്മിയുടെ വീഡിയോയിലൊക്കെ ചോദിക്കുന്നത് കണ്ടു, എന്തെങ്കിലും ഒന്ന് മിണ്ടിയിട്ടിടുന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും പറഞ്ഞിന്നൊരു വീഡിയോ ഇടാം എന്നൊക്കെ വിചാരിച്ചു. മുഖത്ത് ഉറക്കക്ഷീണായിട്ടാ കാണുന്നത്. ഇന്നലെ ലേറ്റായി കിടക്കാനായിട്ട്. സംഭവം റൂമിൽ വേഗം കയറിയെങ്കിലും ഇന്നലെ എന്തോ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉറങ്ങാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ രാവിലെ വേഗം ഡോൺ ചേട്ടൻ്റെ അലാറം അടിച്ചിട്ട് ഞാനാണ് കേട്ടത്. ഡോൺ ചേട്ടൻ പോലും അറിഞ്ഞില്ല അലാറം. തോമത് ഇങ്ങനെ വീട്ടിൽ കെട്ടാൻ പറ്റില്ല, താഴെ പോകുമ്പോൾ ഊരി വെച്ചിട്ട് പോകണം കേട്ടോ. ആ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡോണിനെ വിളിച്ച് ഇൻഫോം ചെയ്യും. ഇന്നലെ ഇവർക്കും സ്കൂളിൽ വൈറ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അവൻ്റെ ഇവിടെ നിന്നൊരു ഷർട്ട്, പുതിയ ഷർട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ക്രൈന്ന് ഓഫറിൽ കുറച്ച് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു വൈറ്റും ബ്ലൂ കളറല്ലേടാ ഇന്നലെ ഇട്ട ഷർട്ട്, ഷാർക്കുള്ള അല്ലേ തോമോ? ആ അതേ ഇരിക്കണോ. അതെ, നല്ല ഷർട്ടാണ്. ഇതിന് ഞാൻ വാങ്ങിക്കുമ്പോൾ 250 റുപ്പീസാണ് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. കണ്ടോ, കബോർഡിൽ എടുത്ത് വെക്കണ്ട, ഒന്നുകൂടെ പുറത്തിട്ടിട്ട് അലക്കിയിട്ട് കബോർഡിലെടുത്ത് വെക്കാം. ഓക്കെ, അങ്ങനെ വിശേഷങ്ങൾ. വേറെ എന്താണ്? പനിയുടെ ഹാങ് ഓവർ മാറി വരുന്നതേ ഉള്ളൂ. ഇത് അമ്മ കൊണ്ടുവന്ന നൈറ്റിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര ലൂസ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള, അടിച്ചു മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വിശേഷങ്ങൾ. ഞാനിവിടെ തന്നെ ഉണ്ട്. പിള്ളേരൊക്കെ ആയിട്ട് കുറച്ചധികം തിരക്കാണ്, അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനൊന്നും പറ്റാത്തത്. ഇനിയിപ്പോൾ ഡെയിലി ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് അറിയില്ല. പലരും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ പിള്ളേർ ഡ്രസ്സ് മാറ്റി താഴെ കൊണ്ടുപോകണം, ഭക്ഷണം കഴിക്കണം. വിശക്കുന്നുണ്ട്, നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. കാരണം 10:15 ചിലപ്പോൾ ഡാഡി ഇതിന് ഉണ്ടാക്കിയത് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. അതിന് എടുത്ത് റെഡിയാക്കി കൊടുക്കണം. എന്തായാലും ഫുഡ് വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ എടുത്ത് കഴിക്കട്ടെ. ഡാഡി ആരെയും അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ ഡാഡി എടുത്ത് കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.